താങ്ക്സ്. നിനക്ക് പാചകം അറിയില്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാം, നോ പ്രോബ്ലം. ഏയ് അതൊന്നും വേണ്ട, എനിക്ക് പാചകം നന്നായി അറിയാം. ഇതെന്താ ഉപ്പില്ല എരിവില്ല, പാചകം വളരെ മോശമാണല്ലോ. ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്തു. നിങ്ങളല്ലേ പറഞ്ഞേ ഓരോരുത്തരും പരസ്പരം മനസ്സിലാക്കിയിട്ട് ഭാര്യ ഭർത്താക്കന്മാരാ ജീവിതം തുടങ്ങാന്ന്. അതുവരെ കുറച്ച് കൺട്രോൾ ഉണ്ടായാൽ നല്ലത്. കാമേഷ്, നിന്റെ കല്യാണക്കാര്യങ്ങളൊക്കെ അവിടെ വരെ? ഇന്നലെ ഞാനൊരു പെണ്ണ് കാണാൻ പോയി, പക്ഷെ ഞാനത് റെഡ് മാർക്ക് ഇട്ടു. എന്റെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ? പെണ്ണിനെ എനിക്ക് ഇഷ്ടമായി, പെണ്ണ് സൂപ്പറാ. എന്തു പറ്റി? പെണ്ണിന് സമ്പത്തില്ലേ? ഒരേ ഒരു മകൾ, ഉള്ളത് മുഴുവൻ അവൾക്കാ. പക്ഷെ ഒരു പ്രോബ്ലം. നല്ലൊരു ഡോക്ടറെ കാണിച്ചാ പോരായിരുന്ന? പ്രോബ്ലം എനിക്കല്ല, അവൾക്കാ. അവളുടെ അമ്മക്ക് കല്യാണം ആകാതെ അവൾക്ക് വേണ്ടെന്ന് അവൾ പറഞ്ഞു. ഞാനും ഇതുപോലെ എഴുന്നേറ്റ് പോയത്. എന്നാ നിന്റെ അച്ഛനെ സെറ്റപ്പ് ചെയ്തൂടെ? വെരി ഗുഡ്. എന്റെ അച്ഛൻ സെറ്റായ എനിക്ക് അവൾ അനിയത്തിയ. അപ്പൊ അവൾ എന്റെ കൈ രാഹി കെട്ടൂടാ. ഏതാടാ ഈ മുതൽ? ഹായ് ബേബി. ബേബിയോ? ഇതാണോടാ ബേബി? നീ എന്താ തീറ്റ കീർത്ത് കളിക്കാൻ വന്നോ? എന്നും കളിച്ചാൽ ഇലിയാനയുടെ ഫിഗർ വരുന്ന എന്റെ അമ്മ പറഞ്ഞു. നിന്റെ അമ്മ പറഞ്ഞോ അതോ ഇലിയാനയുടെ അമ്മ പറഞ്ഞോ? ഇവളൊരു ബാസ്കറ്റ് ബോൾ പോലെയാ, പിന്നെ അങ്ങനെ ഇവള് കളിക്ക. ഫിഗർ എല്ലാം അടിപൊളിയാ. എല്ലാം ഒത്തുവന്ന ഫിഗർ നിന്റെ അടുത്ത് വരും. അതൊക്കെ നീ പറയും. എനിക്ക് ഏജ് ഓവർ ആയതുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നു. നോക്കടാ, ഒരു ഫിഗർ എന്റെ അടുത്തേക്ക് വരുന്നു. എനിക്ക് അത്ര അത്യാവശ്യം തന്നെ. നിങ്ങൾ ഇങ്ങോട്ട് പണി നോക്കൂ. ചെല്ല്, പോ. 1 മിനിറ്റ്. എന്റെ പേര് കാമേഷ്. കാമിനി. കോമ്പിനേഷൻ അടിപൊളി. പേഴ്സ് ഉണ്ട്, പേഴ്സിൽ ഒത്തിരി കാശുണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്. പേഴ്സ് മാത്രം വീട്ടില. ഇപ്പൊ എന്താ കയ്യിലുള്ളത്? റേഷൻ കാർഡ്. അപ്പൊ നിങ്ങൾ വരേണ്ട സ്ഥലം ഇതല്ല, റേഷൻ കടയില. റേഷൻ കാർഡ് വെച്ച എന്തൊരു നാക്കപ്പോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഹലോ, കണ്ണൊന്നും കാണത്തില്ലേ? തട്ടിട്ടേ ചോപോന്ന്. എന്ത് കാണുന്നില്ലെന്ന്? നിന്റെ കണ്ണിന് നല്ല ഭംഗിയാണ്. ദൈവം തന്ന കണ്ണാ. വിട്ടേര്. എന്നാ ഞാൻ എനിക്കൊരു കാര്യം അറിയോ? ഇനി എന്താ? നിന്നെ കാണാൻ നല്ല ഭംഗിയും പോലുമാര. സത്യമായിട്ട് പറഞ്ഞാടാ, ഞാൻ സുന്ദരനായതുകൊണ്ടാണല്ലോ എന്നെ ഇങ്ങനെ തട്ടുന്നത്. വീണ്ടും പോണേ. നീ എന്റെ കൂടെ പോരുന്ന. ഇപ്പൊ കാര്യം മനസ്സിലായി മോനെ. മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യ്, ചെന്ന് 2 വടി എടുത്തിട്ട് വാ, നമുക്ക് തട്ടിക്കളിക്കാൻ. ചെല്ലേ. ഓക്കെ. അപ്പ അമ്മ. Hey, are you relaxing? No, I am Mr. Kamesh. Hey, are you relaxing? കാമേഷ് എന്ന് പറയുമ്പോ റിലാക്സ് എന്ന് പറയണേ എന്തിനാടാ? Are you mad? ഞാൻ റിലാക്സും അല്ല യുവരാജിങ്ങും അല്ല. നിന്റെ കാര്യം കൊണ്ട് എന്നാലും ഇവന്മാരെ കൊണ്ട്. Are you relaxing? എടാ എന്റെ ദൈവമേ, ഞാൻ റിലാക്സ് അല്ല കാമേഷ്. ഇവരെ കൊണ്ടൊക്കെ തോറ്റല്ല എന്റെ ദൈവമേ. Are you relaxing? തുണിയില്ലാതെ ഇവിടെ കിടന്ന് ബിയറടിക്കാൻ നിന്നെ തിരക്കി എത്ര പേരാടാ ഇവിടെ അന്വേഷിച്ച് നടക്കണം. റീത്ത, നീ എവിടെയാണ്? റീത്ത, നിന്നെയാണ് വിളിക്കുന്നത്. നീ താഴെ എവിടെ എന്ത് ചെയ്യുന്നു? എണ്ണ വേണോ? 29 സാറ് കളഞ്ഞ കടല ഞാൻ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ. കടല പെറുക്കുകയാണോ? പെറുക്കിയെടുത്തു. ഡസ്റ്റ്ബിന്നിലിട്ടേ. ഓക്കെ സാർ. എന്തിനാ ഇതിലിട്ടെ? സാറ് കഴിക്കുമ്പോ ഇനിയും താഴെ പോവില്ലേ? നീ ശരിയാകില്ല സാർ. ഒരു ഐഡിയ ഉണ്ട്. ഈ കടല ചെറുതായത് കൊണ്ട് വായിലേക്ക് ഇടുമ്പോ അകത്തേക്ക് പോവില്ല. ഇത് ആപ്പിൾ ആണെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് വായിലകത്തേക്ക് പോവും. ഒരു കാര്യം ചെയ്യ്, നീ ആ മാർക്കറ്റിൽ പോയി ഒരു കുമ്മട്ടിക്ക വാങ്ങിച്ചോണ്ടാ, അത് ഈസി ആയിട്ട് വായി വീഴും. ഹലോ സാർ, എന്റെ പേര് ജാനകി. ഷൗക്കർ ജാനകിയോ അതോ എസ് ജാനകിയോ? വെറും ജാനകി. പറയൂ. എനിക്ക് സാറിന്റെ സഹായം വേണം. ഹെൽപ്പ് ഗ്യാരണ്ടി അല്ലേ, അതിനല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതിന് കുറച്ച് ദുട്ട് കൊടുക്കേണ്ടി വരും.
ഉറപ്പായിട്ടും ചെയ്യും സാർ. ഹെൽപ്പ് ചെയ്യുന്നതിന് ഞാൻ സാറിനെ ഹെൽപ്പ് ചെയ്യണം. ആഹാ. സാർ എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ സാറിനെ ഹെൽപ്പ് ചെയ്യണ്ട. സാർ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പരസ്പരം ഹെൽപ്പ് ഉണ്ടാവില്ല. സാർ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ പേ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഹെൽപ്പ് ആവില്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? സാർ കാണുന്നില്ലേ? എന്ത് കാണുന്നില്ല? അത് കാണുന്നില്ലേന്ന്. അതെന്ത് കാണുന്നില്ലെന്ന്? ഞാനിപ്പോ പറഞ്ഞില്ലേ, അതാ കാണുന്നില്ലേ എന്ന് പറഞ്ഞത്. സാർ എന്ത് കാണുന്നില്ലെന്ന് പറഞ്ഞേ? സാറിപ്പോ ചോദിച്ചില്ലേ, അത് കാണുന്നില്ലേ എന്നാ ചോദിച്ചത്. ഓ, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ഇങ്ങോട്ട് നോക്കിയാ, നീ ഇവിടെ വന്നില്ലേ? വന്നോ? നീ എന്തിനാ വന്നത്? ഞാൻ സാറിന്റെ അടുക്കൽ വന്നത് എന്റേത് എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറയാൻ. ഓ, അതേടാ, എന്താ കാണാത്തത്? അതെ സാർ, കാണേണ്ടത് കണ്ടില്ലെങ്കിൽ എത്രമാത്രം വിഷമം വരുമെന്ന് സാറിന് അറിയാമോ? ഓ, ശരിക്കും എനിക്ക് എന്താ കാണേണ്ടത്? എങ്ങനെയാ കാണേണ്ടത്? എവിടെയാ കാണേണ്ടത്? സാറിൻ്റെത് കാണാൻ പറ്റാത്തതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അത് കാണാൻ പറ്റുന്നില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സാറിന്റെ അടുക്കലേക്ക് ഇങ്ങോട്ട് വന്നത്. ഓ, പണ്ടാരാടങ്ങാനായിട്ട് നിനക്ക് എന്ത് കാണാൻ പറ്റുന്നില്ലെന്നായി പറയുന്നത്? നീ ഇവിടെ ഇരിക്കണോ? ഇയാളെ 3 ദിവസമായിട്ട് കാണുന്നില്ല. നിങ്ങൾ ഗ്ലാഡ് മീറ്റ് യു. ഐ ആം ഡോക്ടർ ജെന്നി. മെന്റൽ ഡോക്ടർ. അയ്യോ, നേരത്തെ ഞാൻ കാണുന്നില്ലാന്ന് പറഞ്ഞല്ലേ, അതിപ്പോ കാണാൻ പറ്റുന്നുണ്ട്. ഇതാ നിക്കുന്നത്. ഈ ചെയ്തതിനൊക്കെ വളരെ നന്ദി. ശരി ശരി ശരി, പിടിച്ചോ. പേയ്മെന്റാ? ഡാഡി. ഞാൻ ഡാഡിയല്ല, നിന്റെ ഡോക്ടറാ. ശരിക്കും നിന്റെ ഡാഡി ആരാടാ? ഓ, നിന്നെ ഞാൻ തല അടിച്ചു. ഇപ്പൊ ഡാഡി എന്ന് വിളിച്ചത് കുറച്ച് കഴിയുമ്പോ ഡാർലിംഗ് നാക്കും. ഡാർലിംഗ്? അയ്യോ, മെന്റലാണോ? എന്റെ അമ്മേ. സാർ ഇവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞല്ലോ, എന്താ സാർ ആപ്പിളാണോ? ഇന്ന സാർ ആപ്പിൾ. ഞാൻ ഏത് കേസിൽ ഇടപെട്ടാലും അത് പെട്ടെന്ന് പെട്ടെന്ന് കഴിയണം. റീത്ത, Yes. നീ ടക്കാന്ന് പ്രിയെ വിളിച്ചോണ്ട് പോവാ. Okay, sir. ഓക്കെ സാർ. ഞാൻ പറഞ്ഞില്ലേ, ഇയാളൊരു പുലിയാ. എല്ലാം പെട്ടെന്ന് നടക്കും. ഇവളെന്റെ കൂട്ടുകാരന്റെ ലവറല്ല. പ്രേമിക്കുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവളെ വെറുതെ ഉപേക്ഷിക്കരുത്. ഓടിച്ചെന്ന് സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുപോവാ. ഈ പെണ്ണ് പ്രിയ അല്ലേ സാർ? ഞാനൊരു കേസ് ഏറ്റെടുത്താൽ അത് കണ്ടുപിടിച്ചതിന് ശേഷമേ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കൂ. ബോംബ് ബ്ലാസ്റ്റിംഗ് പ്രിയ അല്ലെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ? ഇഡിയറ്റ്, വേസ്റ്റ് ഫെലോ. ഈ പ്രാവശ്യം ശരിക്കുള്ള പെണ്ണിനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ചവിട്ട് കിട്ടും. സോറി സർ, ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി. എന്ത്? ഫയലിലുള്ള ഫോട്ടോ മാറിയതാ. ആ കുട്ടിയല്ല പ്രിയ. ഓ, എടി, നീ തന്നെ നേരത്തെ പറയാൻ. ഞാൻ അത് പറയാൻ വേണ്ടി സാറിന് തോണ്ടിയത്. അതിനായിരുന്നു? പിന്നെ സാറെന്താ വിചാരിച്ചേ? ഞാൻ വേറെന്തിനു വേണ്ടിയെന്നാ കരുതിയത്. ഞാൻ വെറുതെ നിൽക്കുക, ചൊറിഞ്ഞു. നീ ചൊറിഞ്ഞോ? അവ വന്ന് ചൊറിഞ്ഞോ? അയ്യോ. പോടി പുറത്തേക്ക്. ചൊറിയാൻ വന്നിരിക്കുന്നു. ഒറ്റ അടി.